ഓഫാവുന്നില്ലടാ. പൊട്ടൻ കളിക്കല ജോസ് ഓഫ് ചെയ്യണത്. എന്നാ ഉണ്ടാക്കണ ബുദ്ധിമാനെ, പൊട്ടൻ നിന്റെ അച്ഛൻ. മാറ്റണത് ഹാർമോണിയം വൈകാതെ ആരെങ്കിലും ഓഫ് ചെയ്യണം. ഓഫാക്കാൻ പറ്റില്ലടാ. അതന്നെ ഞാനും പറഞ്ഞു ഓഫാക്കാൻ പറ്റണില്ല. എടാ ഒരു വീഡിയോ ചെല്ലേ കേട്ടത്. ഇടയിൽ തോക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. സൂപ്പർമാനെ വരുന്നുണ്ട്. ഓഫ് ചെയ്യണത്. ഇത് തിന്നല്ല. കിരിക്കട ഇപ്പൊ കിട്ടൂടാ നിനക്ക്. പാട്ട് ഓഫ് ചെയ്യണം. വിളിച്ചത് നിന്നെയാ, എന്നെയും. ഓഫാക്കി തന്റെ പൊന്നു പുണ്യാളോ. ടേപ്പ് ഓഫ് ചെയ്യലല്ലേ പുണ്യാളുടെ പണി. ജോസഫ് പൊട്ടനാണ്, പൊട്ടനായിട്ട് അഭിനയിക്കണം. അവന്റെ ചെലങ്ക തേങ്ങ. പട്ടി ഭഗവാന്റെ വെടികൊണ്ട് ചാവും. ബെൻസാണല്ലോ. ഇത് അങ്ങേരുടെ വീടിന്റെ കയ്യാലക്കകത്തൂടെ തന്നെ കുത്തിക്കയറ്റണം അല്ലെ? അല്ലാതെ നീയൊക്കെ പാട്ട് വെച്ചെന്റെ ഒറ്റ കീറും. നീര് രാവിലെ തന്നെ കേറിണ്ട് തോന്നുന്നു. ഒടിയന്റെ മകനല്ലേ, എവിടെ എപ്പ കാണുന്നു പറയാൻ പറ്റില്ല. ഈ വാറ്റ് ഞാൻ നിർത്തും. നീ ഒലത്തും, ഞാൻ ഒറ്റും. ചോണയുണ്ടോ ഒറ്റടാ? ചുമ്മാ അല്ല പോലീസുകാർ നാടുകൂടും തപ്പിട്ട് കാണാഞ്ഞത്. ഇതിന്റെ മേളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നല്ലേ? ഞങ്ങളും കുറെ തപ്പി. നീ അറിഞ്ഞോ? റായുടെ ഉള്ളിൽ കൂടെ റായേരിയ അത് ആയി. അത് ശരിയാണല്ലോടാ. അങ്ങനെ റായെ കൂട്ടി റാ കൂട്ടി എഴുതിയാൽ നീ എന്നെ ഹഠാതാകർഷിച്ചു. ഹഠാതാകർഷിച്ചു. ചിട്ടിയുടെ കാശടിച്ചോ? ഇതാ കുഴപ്പം. വല്ല മരത്തിന്റെ മുകളിൽ ഇരുന്നാ മതിയായിരുന്നു. എന്തേ? അന്ന് നമ്മൾ ഓടി വന്ന രാത്രി നീ ഓർക്കാറുണ്ടോ വനജേ? അയ്യടാ, ഈ വയസ്സാങ്കലത്തിൽ ഓടി വന്ന രാത്രി കൊച്ചിരിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല. എടി, പഴകും തോറും വീഞ്ഞിന്റെ വീര്യം കൂടുവാണ്. അതുപോലാണ് ഈ പ്രണയവും. അതാണ് ഈ രാജന്റെ പോളിസി. അച്ഛന്റെ പേര് നീറുന്നല്ല. നീർ നിന്റെ തന്ത. അച്ഛനും മോനും കൂടെ പേര് പറഞ്ഞ് കളിക്കേ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. അങ്ങനെ പോലെ നിക്ക്. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വെളിക്ക് നിന്നവളേ വളേ വേലിക്ക് നിന്നിട്ട് അച്ഛനൊരു കിളിക്കൂട് കണ്ടടാ മോനെ. ഓ, കിളിക്കൂട് കാണേ ഉള്ളൂ, കിളിയെന്ന് കിട്ടില്ല. ഏത് കിളിയച്ചാ? കാക്ക. അപ്പൊ കാക്കൊരു കിളിയാണോ? ചില സമയങ്ങളിൽ കാക്കയും ഒരു കിളിയാകും. ഓ, അത് ശരി. അമ്മേ, വിശക്കുന്നു, എന്തേലും എടുത്തോ. അച്ഛന്റെ പ്രേംനസീറിങ് എത്തിയോ? ഉമ്മറും ജയനും കീരിക്കാടൻ ജോസും ഒന്നും കൂടെ വന്നില്ലേ? ഇല്ല, ഇവിടെ നിത്യഹരിത നായകൻ മാത്രമേ ഉള്ളൂ. ഓ, ഒരു നിത്യഹരിത നായകൻ നോറിയിട്ട് വയ്യ.
അധ്വാനിക്കുന്ന ജനവിഭാഗം ഒരല്പം വിയർപ്പൊക്കെ പൊഴിച്ചു എന്ന് വരും. എടാ അധ്വാനിക്കുന്നവനെ, ഓ. നിന്നോട് ഞാൻ ആ 10ാം ക്ലാസ് പാസ്സായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് ചേർക്കാൻ പറഞ്ഞിട്ട് കാലം എത്രയായി? ചുമ്മാ ഇങ്ങനെ സിനിമ കറക്കി നടന്നു. അമ്മ എനിക്കും കപ്പെടുത്തോ. ആ ദേ, മാളൂട്ടി 10ാം ക്ലാസ് പാസ്സായ പിന്നെ നിന്നെ പഠിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. ദേ അമ്മേ, ഒരുമാതിരി പിള്ളേരോട് സംസാരിക്കുന്നവളെ എന്നോട് സംസാരിക്കുക കേട്ടല്ലോ. വളർന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. Hey mother, let it be the last time. If you dare one more time, I will pull out your tongue and you will just remember that. കൽപ്പിട്ടൊന്നും വെച്ചെന്നുണ്ടല്ലോ. എടാ നിന്നോട് രാവിലെ പറഞ്ഞ സാധനം മേടിച്ചോണ്ട് വന്നോ നീ? മറന്നു. ദേ, രണ്ടിന് ഞാൻ നാളെ പച്ചവെള്ളം തിളപ്പിച്ച് തരും കേട്ടോ. എന്ത് പറഞ്ഞാലും തലയാട്ടിക്കോളും, അതിനൊരു കുറവുമില്ല. പൂത്തുപോലെ വളർന്നു എന്താ കാര്യം? ചിരിക്കണ്ട, നിനക്കും അത് തന്നെ. കൊച്ചേട്ടാ, മറ്റന്നാള് വന്ദനം വരുവോ? ഒന്നെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോവോ? ആലോചിക്കാം. അപ്പൊ ശ്രീദേവി ചേരായിരിക്കും അല്ലേ? ഗോ 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 ഗോഡി. അന്തിപ്പൊൻവെട്ടം